എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സഡാക്കോ ക്രെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. 1945 ഹിരോഷിമയിൽ അമേരിക്കയുടെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ജാപ്പനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് ഇടുന്നത്. അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം വരുത്തിവെച്ചു. 1000 കടലാസു കൊക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട്. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് കടലാസ് കൊറ്റികളെ ഉണ്ടാക്കി. പക്ഷേ 644 കൊറ്റികളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എന്ന എണ്ണം പൂർത്തിയാക്കി ആ കൊറ്റികളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സഡാക്കോയെയും അവളുടെ ഒറിഗാമി കൊക്കുകളെയും ലോക സമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. നമുക്കും ഈ സമാധാനത്തിന്റെ കൊറ്റികളെ ഉണ്ടാക്കി നോക്കാം. പേപ്പർ ഫോൾഡിങ്ങിൻ്റെ ഒരു ജാപ്പനീസ് ആർട്ടാണ് ഒറിഗാമി. ഇപ്പോൾ ഒറിഗാമി പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ നമുക്ക് സാധാരണ കളർ പേപ്പേഴ്സിലും ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ 2 പേപ്പേഴ്സും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നോർമൽ A4 സൈസ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ പേപ്പർ ക്രെയിൻ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രാവശ്യം സ്ലോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു 20 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ പേപ്പറാണ്. അത് ഡയഗണലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. കോർണർ ടു കോർണർ നമ്മൾ ഡയഗണലായിട്ട് 2 രീതിയിലും ഫോൾഡ് ചെയ്യുക. അത് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ പ്രസ് ചെയ്ത് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുക. നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പേപ്പർ ക്രെയിൻ നന്നായിട്ട് വരത്തുള്ളൂ. ഇപ്പം നമുക്കൊരു എക്സ് പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിനി പേപ്പർ തിരിച്ചു വെച്ചിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. 2 രീതിയിലും ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ എല്ലാം നല്ലതായിട്ട് ചെയ്യാം. ഇനി അടുത്ത സൈഡിലും നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ക്രോസ് ഫോൾഡും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു പ്ലസ് പോലെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഫോൾഡ്. ഇത് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തല്ലോ. അതായത് ആ സ്ക്വയറിൻ്റെ ഇപ്പോൾ 4 സ്ക്വയേഴ്സ് ഉണ്ട്. അതിൽ എല്ലാത്തിലും ഓരോ ഡയഗണൽസും ഉണ്ട്. അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഡയഗണൽസ് ഇതേപോലെ അകത്തേക്കാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്വയർ പാറ്റേൺ കിട്ടും. അതായത് എല്ലാ കോർണേഴ്സും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. ഇതാണ് ഒറിഗാമിയിലെ ബേർഡ് ഫോൾഡ്, ബേസിക് ബേർഡ് ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കോർണേഴ്സും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്വയർ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത്രയും എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിലൂടെ അല്ല ഫോൾഡ് ചെയ്യേണ്ടത്, ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തതിലൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു പോർഷൻ ഇതേപോലെ ഓപ്പൺ ആയിരിക്കും, മറ്റേ പോർഷൻ താഴത്തെ പോർഷൻ ഇതുപോലെ ക്ലോസ് ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. 2 സൈഡിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. തിരിച്ചു വെച്ചിട്ട് ഫോൾഡ് ചെയ്താൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കണം ഈ ട്രയാങ്കിളിൻ്റെ ടോപ്പിൽ വരേണ്ടത്. ഈ ട്രയാങ്കിൾ ഇപ്പോൾ 2 ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ടല്ലേ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ടോപ്പ് പോർഷൻ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്, താഴത്തെ പോർഷനാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത പോർഷനിലും ചെയ്യണം. ഇപ്പോൾ പേപ്പർ തിരിച്ചു വെച്ചിട്ട് അവിടെ നമ്മൾ ഇതേപോലെ സെൻറ്ററിലേക്ക് 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. നല്ല രീതിയിൽ ഇതേപോലെ നമ്മൾ ക്രീസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമ്മുടെ താഴെ ഒരു ട്രയാങ്കിൾ പോലെ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അവിടെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തന്നെ മടക്കുക. ഇനി നമ്മൾ ആ ട്രയാങ്കിൾ മോളിൽ പിടിച്ചിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പം മടക്കിയ ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ മുകളിലത്തെ ആ ട്രയാങ്കിളിനെ ഇങ്ങനെ ഒരു ബേസായിട്ട് പിടിച്ചിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ, കാരണം അത് ഓപ്പണായി പോവരുത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് നമ്മൾ അകത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. കണ്ടോ? അത് അങ്ങനെ തന്നെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല ക്രീസസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ എൻ പോർഷൻ ആ അറ്റം ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആക്കി കൊടുക്കുക. ഇവിടെയും തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഇതുപോലെ അത് ഓപ്പൺ ആക്കുക. മുകളിലത്തെ ട്രയാങ്കിൾ തുറന്നു പോകാതെ വേണം നമ്മൾ അതിനെ ഒരു ബേസായിട്ട് ഇത് ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം 2 സൈഡിൽ നിന്നും അകത്തേക്ക് ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും.
അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ നല്ല സ്റ്റിക്കായിട്ടുള്ള പോർഷനാണ്. താഴെയാണ് ഇതേപോലെ ഒരു ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ആ മുകളിലൊരു ട്രയാങ്കിളും കൂടി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ ഈ ഓപ്പണായി താഴെ കിടക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ആ സെൻറ്റർ ലൈനിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതും ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുക. ഒത്തിരി അങ്ങ് സെൻറ്ററിലോട്ട് പോയി മുട്ടണമെന്നില്ല, പക്ഷേ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഈക്വലായിട്ട് അങ്ങ് സെൻറ്റർ കഴിഞ്ഞൊന്നും കിടക്കരുത്. നമുക്ക് അന്നേരം ഇത് ബാക്കി ഫോൾഡ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും രണ്ടിടത്തു നിന്നും നമ്മളിതുപോലെ നടുക്കേക്ക് ആക്കി പ്രസ് ചെയ്ത് നല്ലതായിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് സ്ലോയിലാണ് പറയുന്നത്. കുറച്ചുകൂടെ സ്പീഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഉണ്ട്. ഇത് ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയലാണ്, അതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പോർഷനിലും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ 4 എടുത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തു. ട്രയാങ്കിൾ പോലെ ആ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി അടുത്ത പോർഷൻ കുറച്ചൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇനി നമ്മൾ 2 സൈഡും ഇത് ഇങ്ങനെ ഇരിക്കുന്ന 2 സൈഡും നമ്മളങ്ങ് ക്ലോസ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്കും ക്ലോസ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ കണ്ടിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്തൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ടിലും ബാക്കിലും ഓരോ ഫ്ലാപ്പ് പോലെ കാണും, ഓരോ ഏരിയ കാണും. അത് രണ്ടും നമ്മൾ ഇതേപോലെ മുകളിലേക്കാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ട്രയാങ്കിൾ നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ, താഴത്തെ ട്രയാങ്കിൾ നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അത് 2 സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് പിടിക്കാം. ക്ലോസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഓരോ പേപ്പർ മോഡൽസ് ഇങ്ങനെ ഒരു വാല് പോലെ കിടപ്പുണ്ട്. അത് നമ്മൾ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ മുകളിലത്തെ ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത പോലെ 2 സൈഡിലും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. കണ്ടോ, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ആ ഉള്ളിലുള്ള പോർഷൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വലിച്ചു വെക്കുക. അതിൻ്റെ ഹെഡ് പോർഷനും ടെയിൽ പോർഷനുമായിട്ടാണ് ഇത് വരുന്നത്. ഇതിലും സിമ്പിളായിട്ട് ഇനി ഇത് പറയാൻ പറ്റില്ല. നിങ്ങൾ 1-2 പ്രാവശ്യം കണ്ടിട്ട് ഇതുപോലെ സ്ലോ ആയിട്ട് ട്രൈ ചെയ്താൽ മതി. അത് പോസ് ചെയ്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ടെയിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ പോർഷൻ നമ്മളൊരു ബീക്കായിട്ട് വളച്ച് ഇതേപോലെ വെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ലീവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ബീക്കൊക്കെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി ഇത് 2 രീതിയിൽ ചെയ്യാം. പേപ്പർ ക്രെയിൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കേളാക്കി കൊടുത്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാലും ഇത് പേപ്പർ ക്രെയിനാണ്. ഇതാണ് ശരിക്കുള്ള പേപ്പർ ക്രെയിൻ. ഇനി ഇതിൻ്റെ വിങ്സിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയും കൂടെ കുറച്ചൊന്ന് ഒരു 3D ലുക്കിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ പ്രതീകമായ സഡാക്കോ ക്രെയിൻ, സഡാക്കോ കൊക്ക്. അപ്പോൾ ഈ 2 രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഓഗസ്റ്റ് 6 നമ്മുടെ ഹിരോഷിമ ദിനമായിട്ട് എല്ലാവരും ഓർമ്മിക്കുന്ന ദിവസം. അപ്പോൾ എല്ലാവരും പേപ്പർ ക്രെയിനൊക്കെ ഉണ്ടാക്കി നോക്കുക. സമാധാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ നിങ്ങളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.